കാറ്റും മഴയും ശക്തമാകുമ്പോൾ ഇരവിപേരൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നെഞ്ചിടിപ്പ് കൂടും. സ്കൂളിന് മുകളിലൂടെ കടന്നുപോകുന്ന 11 kV ലൈൻ അപകട നിലയിലായിട്ട് ഏറെ നാളായി. മരത്തൂണുകൾ ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ മഴയും കാറ്റും വരുമ്പോൾ കുട്ടികളെ ക്ലാസ് മുറിക്കുള്ളിലിരുത്തി പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ അധ്യാപകർ. ഈ 11 kV ലൈനിൻ്റെ വിഷയം ഞങ്ങൾ വളരെ ഭീതിയോടുകൂടിയാണ് കാണുന്നത്. അതായത് ഈ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കാറ്റും മഴയും ശക്തമായി അടിക്കുമ്പോൾ ഞങ്ങൾ വളരെ ഭീതിയിലാണ്. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളാണെങ്കിലും വളരെ ആശങ്കയോടുകൂടിയാണ്. അവരും നന്നായിട്ട് എങ്ങനെയെങ്കിലും ഈ ലൈനൊന്നും ഇവിടെ നിന്ന് മാറ്റി കിട്ടണമെന്നുള്ള നിലയിൽ അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണങ്ങളുണ്ട്. അപകട ഭീതി മൂലം സ്കൂൾ മുറ്റത്ത് സ്വതന്ത്രമായി കളിക്കുവാൻ പോലും കഴിയുന്നില്ലെന്ന് 6ാം ക്ലാസ്സുകാരനായ വിജീഷ് പറയുന്നു. ഈ ലൈൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കളിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ മഴയും കാറ്റുമൊക്കെ പെയ്യുമ്പോൾ ഉള്ള ഒരു പേടിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. എന്നാൽ ഈ പൊതുവിദ്യാലയത്തിലെ 100ഓളം വരുന്ന കുരുന്നുകളുടെ ജീവന് വൈദ്യുതി വകുപ്പ് പുല്ലുവിലയാണ് നൽകുന്നത്. നിരവധി തവണ സ്കൂൾ അധികൃതർ AEO മുഖേനയും പഞ്ചായത്ത് വഴിയും KSEB അധികൃതർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. വിദ്യാർത്ഥികളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന KSEB അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ക്യാമറമാൻ ജൻസൺ പാണാവള്ളിക്കൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.